നമസ്തേ. വയലറ്റ് ഫ്ലെയിം ഹീലിംഗ്. എന്താണ് വയലറ്റ് ഫ്ലെയിം ഹീലിംഗ് എന്ന് നമുക്ക് ഇതൊരു ഡിവൈൻ എനർജിയാണ്. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെയും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, സ്ട്രെസ്, ടെൻഷൻ, മറ്റ് എല്ലാ തരത്തിലുള്ള ഇതിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീക്കം ചെയ്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് നമ്മുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകുന്നതിനുമൊക്കെ നമുക്ക് ഈ ഹീലിംഗിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എനർജി സിസ്റ്റങ്ങൾ സ്വാധീനിക്കുന്നതെന്ന് അതിന്റെ ശാരീരിക തലങ്ങളെക്കുറിച്ച്, വൈകാരിക തലങ്ങളെക്കുറിച്ച്, മാനസിക തലങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഭയങ്ങളെ എങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യും. നമ്മുടെ മുന്നോട്ടുള്ള തടസ്സങ്ങൾക്ക് പ്രധാന കാരണം നമ്മുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിട്ടുള്ള ഭയങ്ങളാണ്. അപ്പോൾ ഈ ഭയങ്ങളെ നമുക്ക് നീക്കം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ ഭയങ്ങളെ നീക്കം ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എനർജി ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ എനർജി സിസ്റ്റത്തെ ഒക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതത്തെ സുഖകരമായി കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ വിശദമായിട്ട് ഈ ക്ലാസ്സിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഭയങ്ങളെ നീക്കം ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എനർജി ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ എനർജി സിസ്റ്റത്തെ ഒക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതത്തെ സുഖകരമായി കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ വിശദമായിട്ട് ഈ ക്ലാസ്സിലൂടെ പ്രതിപാദിക്കുന്നത്. വയലറ്റ് ഫ്ലെയിം ക്ലാസ് 12 ദിവസത്തെ ക്ലാസ് ആണ്. ഇത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറോളം ഇതിന് മാറ്റിവെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് 3 ദീക്ഷകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ 7 നാളെയാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിശദീകരിച്ച് അറിയാൻ പറ്റും. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ